ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിലേക്ക് നിങ്ങളുടെ എൻ്റെ ഹൃദയം കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ യഹോവ കായീനോട്, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ എന്ന് കായീൻ ദൈവത്തോട് പറഞ്ഞു. ആ രണ്ട് ചോദ്യം നിങ്ങളുടെ ഹൃദയത്തോട് തന്നെ ചോദിക്കുക. നിന്റെ സഹോദരൻ എവിടെ? നിന്റെ സഹോദരൻ്റെ കാവൽക്കാരൻ ആണോ? ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ധൈര്യമായി പറയാൻ സാധിക്കുന്നത്, എൻ്റെ കാവൽക്കാരനായിരുന്ന 1 വർഷമല്ല, ഈ 90 വർഷം ജീവിച്ചിരുന്നിട്ട് ഞാൻ ജനിച്ചപ്പോൾ മുതൽ എൻ്റെ കാവൽക്കാരനാണ്. ഞാൻ എവിടെയാണെന്നുള്ളതിനോടും കള്ളം പറയാതെ തന്നെ ചോദിച്ചാൽ അത് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച്, വ്യക്തികളെ കുറിച്ച്. അവരോട് നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ നിന്റെ സഹോദരൻ എവിടെ എന്ന് ചോദിച്ചാൽ കാവൽക്കാരനാണെന്ന് ധൈര്യമായിട്ട് പറയുവാൻ സാധിക്കും. ആ ആദ്യ സഹോദരന്മാരുടെ ജീവിതം അങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചുകൂടി മുൻപോട്ട് പോയാൽ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അവിടെ 9-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, നാം സഹോദരന്മാരല്ലോ, ദേശം നിന്റെ മുൻപാകെ ഇരിക്കുന്നു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. 2 അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ചരിത്രമാണ് ഞാൻ നിങ്ങളെ ഓർമ്മിച്ചത്. ആ സഹോദരന്മാരുടെ ജീവിത രീതിയിൽ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിച്ചതുപോലെ അവിടെ കാണുന്ന, അവരുടെ ജീവിതത്തിൽ കാണുന്ന ഒരു സംതൃപ്തി. അബ്രഹാം തനിക്കുണ്ടായിരുന്ന എന്ത് ലോകത്തിനെ കൊടുക്കുവാൻ തക്കവണ്ണം അത്രമാത്രം ലോകത്തിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ തനിക്ക് സംതൃപ്തി നൽകുന്നത് സ്വത്തല്ല, അതിലുപരിയായിട്ട് ആ സഹോദര ബന്ധമാണ് അബ്രഹാമിന് സംതൃപ്തി കൊടുത്തത്. ആ സംതൃപ്തിയെ കുറിച്ച് അച്ഛൻ പറഞ്ഞപ്പോൾ എന്നെ ഓർമ്മയിൽ വന്ന ഒരു വാക്യം കൂടെ ഞാൻ പറയട്ടെ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നു, നിങ്ങൾ അയച്ചു തന്നത് എപ്രാസത്തെ കൈയാൽ ഉപയോഗിച്ച് ഞാൻ തൃപ്തനാണ്. എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, അധികവുമുണ്ട്, ഞാൻ തൃപ്തനായിരിക്കുന്നു. ഒരു ദൈവ ഭക്തന് മാത്രമേ അങ്ങനെ പറയാനുള്ളൂ. വേണ്ടുന്നതെല്ലാം ഉണ്ടെന്ന് പറയുവാൻ പലർക്കും സാധിക്കും ഇല്ല. ഉള്ളതുകൊണ്ട് അച്ഛൻ ഓർമ്മിച്ചതുപോലെ ആർക്കും തൃപ്തി വരുന്നില്ല. എത്ര കിട്ടിയാലും ഒരു കാണുന്നാൽ ആരാഗ്രഹത്തിൻ്റെ ഉള്ളടക്കുകളിൽ കിടക്കുന്ന ആ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, ഞാൻ അതിലധികവുമുണ്ട്, തൃപ്തനായിരിക്കും. ആ ദേശാന്റെ ജീവിതത്തിനോടുള്ള ബന്ധത്തിൽ ഇന്ന് വരെയും തെളിഞ്ഞു കാണുന്ന അച്ഛനത് വളരെ വ്യക്തമായി ഓർമ്മിച്ചുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് പോകുന്നത്. മറ്റേ ഒരു സഹോദരങ്ങളെ കൂടെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ അവരെ 2 സഹോദര കുടുംബങ്ങളെ ഞാൻ ഓർമ്മിച്ചു. പുതിയ നിയമത്തിലെ 2 സഹോദരന്മാരെ കുറിച്ച് ഞാൻ പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യത്തിൽ അന്ത്രയോസ് പത്രോസിനെ കണ്ടിട്ട് പറയുന്നു, ഞങ്ങൾ മശിഹായ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. ആ സാക്ഷ്യം പത്രോസിനെ സ്വാധീനിച്ചുവെന്ന് മാത്രമല്ല, പത്രോസിനെ കൂട്ടിക്കൊണ്ട് അന്ത്രയോസ് യേശുവിൻ്റെ അടുക്കൽ വരുന്നു. ഒരു സഹോദരൻ, ഞാൻ ആദ്യം ഓർപ്പിച്ച സഹോദരന് അവിടെ ആ സഹോദര സ്നേഹമല്ല, സഹോദരൻ മലയാളിയാണ്, രക്തം അവിടെ ചൊരിഞ്ഞു. എന്നാൽ ഇവിടെ ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ കൂടെ കൂട്ടിക്കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ പോകുന്നു. ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്ന
ചെയ്യുമ്പോൾ അത് ദൈവസന്നിധിയിലെത്തി. കായീൻ അത് കേട്ടില്ല, എന്നാൽ സ്വർഗം കേട്ടു. നമ്മുടെ ഓരോരുത്തരുടെയും കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യകാലത്ത് വളരെ പ്രയാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ അന്നൊക്കെയും ഞങ്ങൾക്ക് ആ സഹോദര ബന്ധവും സ്നേഹവും നിലനിർത്തുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ അനുഗ്രഹകരമായ ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിക്കുന്നില്ല. ഞാൻ ബേച്ചാനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന പലരും ഇവിടെയുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ സമയം മാറ്റുകയാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമായിട്ട് ഓർക്കുന്നത്, എനിക്ക് ഇത്രയും നല്ല ഒരു സഹോദരൻ മറ്റൊരാളുണ്ട് എന്ന് പറയുവാൻ അച്ചാച്ചിയും എനിക്ക് എൻ്റെ പഠനത്തിൽ എന്നെ BA വരെ പഠിപ്പിക്കുവാനൊക്കെ ഒന്ന് അച്ചാച്ചി എന്നെ പഠിപ്പിച്ചു. ഞാൻ ഇവിടെ MA BEd പാസ്സാകാൻ ബേച്ചാനാണ് എൻ്റെ എല്ലാ ചിലവുകളും വഹിച്ചത്. അപ്പോൾ ഇന്നെൻ്റെ ജീവിതം സംതൃപ്തി ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം അച്ചാച്ചിയും ബേച്ചാനുമാണ്. അച്ചാച്ചിയെ കൂടെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കുവാൻ എനിക്ക് ഓർത്തില്ല. ഞാൻ MA പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിശ്വാസ സ്നാനമേറ്റ് രക്ഷിക്കപ്പെട്ട് കർത്താവിനോട് ചേർന്നപ്പോൾ സഭ എന്നെ മുടക്കി. വീട്ടുകാരെ അനിഷ്ടം കാണിച്ചു, പക്ഷെ എന്നെ പുറത്തിറക്കി. എന്നാൽ അന്ന് എനിക്ക് വളരെ താങ്ങും തണലുമായി നിന്നത് അച്ചാച്ചിയും ബേച്ചാനുമാണ്. ഇന്ന് ജോയ്ക്കുട്ടി എന്ന ഭാര്യയായിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം അച്ചാച്ചിയാണ്. അന്ന് എൻ്റെ കൂടെ വന്ന പെണ്ണിനാണ് അന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയത് അച്ചാച്ചിയാണ്. അച്ചാച്ചിയോട് ഞാൻ പറഞ്ഞു, എനിക്കിഷ്ടമാണ് പെൺകുട്ടിയെ. അപ്പോഴേ അച്ചാച്ചി കുടുംബത്തിൽ വന്നത് പറഞ്ഞപ്പോൾ സഭയിൽ നിന്നല്ലാതെ ഒരാളെ കല്യാണം കഴിക്കുന്നത് അവർക്ക് ആലോചിക്കാൻ പോലുമില്ല. മിന്നും പൊന്നും ധരിക്കാത്ത ഒരു പെണ്ണിൻ്റെ കൈപിടിച്ചുകൊണ്ട് കാഞ്ഞിരപ്പള്ളി തറവാട്ടിൽ അന്ന് വരെ ആരും വന്നിട്ടില്ലായിരുന്നു. എന്നാൽ അന്ന് ഞങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചത് അച്ചാച്ചി ബേച്ചാനും ലില്ലിമാമയുമാണ്. ആ ഭവനത്തിൽ ഞങ്ങളെ കൈക്കൊള്ളുകയും അവരുടെ മക്കളെ പോലെ ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്തതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് ആ നന്ദി ഞങ്ങൾ അർപ്പിക്കുകയാണ്. ആ നന്ദി സൂചകമായിട്ട് ഒരു പാട്ടിൻ്റെ 1-2 ശീലുകൾ പാടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഡെപ്യൂട്ടി
ദൈവം ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞങ്ങളുടെ അപ്പച്ചനെ 5 തലമുറകളുണ്ടെങ്കിൽ ഗ്രഹിച്ചാനിപ്പോൾ 4 തലമുറകളെ കാണാനേ ഇതുവരെ സാധിച്ചുള്ളൂ. എന്നാൽ 5, 6 തലമുറകളെ കണ്ട് സന്തോഷിക്കാത്തവണ്ണം ദൈവം ദീർഘായുസ്സ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ ബേച്ചായ ഞങ്ങളെ അമേരിക്കയിൽ നിന്ന് പ്രത്യേകമായി ഡിസൈൻ ചെയ്തുകൊണ്ടുവന്ന ഒരു ബ്ലാങ്കറ്റ് അത് ഈ അവസരത്തിൽ ബേച്ചാണ് നൽകുവാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കൂടെ സ്റ്റേജിൽ വരുന്നു. Not getting old, you are getting more wise and you are getting wisdom. 90-ാം വർഷത്തിൽ എത്ര മാസങ്ങളുണ്ട്, എത്ര ദിവസങ്ങളുണ്ട്, എത്ര മണിക്കൂറുകളുണ്ട്, എത്ര മിനിറ്റുകളുണ്ടെന്ന് വരെ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പോഴേ ഇത് ഞങ്ങളുടെ ലഗേജ് നഷ്ടപ്പെട്ടു. എന്നാൽ ഇങ്ങനെ ഇതിപ്പോൾ സമർപ്പിക്കുവാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. തക്ക സമയത്ത് തന്നെ ലഗേജ് ഞങ്ങളുടെ പെട്ടി വരികയും ഇത് സമർപ്പിക്കുവാൻ തക്കവണ്ണം സഹായിച്ചു. 90 വർഷമല്ല, ഞാൻ ഓർപ്പിച്ചതുപോലെ 120 വർഷം വരെ അപ്പച്ചനെയും കടന്ന് പോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. പിടിച്ചോടെ